ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ 200 താഴെയുള്ള കുറച്ച് ഫ്രിഡ്ജ് ഓർഗനൈസറാണ് മേടിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം ഫ്ലിപ്കാർട്ടിലാണ് നോക്കിയത് കേട്ടോ. അവിടെ നല്ല റേറ്റാണ്, 300, 400, 500 ഒക്കെ വരുന്നതുകൊണ്ട്. അങ്ങനെ ഞാൻ നേരെ മീഷോയിലോട്ട് പോയപ്പം അവിടുത്തെ വിലയുള്ള സാധനങ്ങൾക്കെല്ലാം ഇവിടെ 200 താഴെയാണ്. അങ്ങനെ ഞാൻ മേടിച്ച ഐറ്റമാണ്, ഫസ്റ്റ് ഐറ്റമാണിത്. ഇത് ഒരു 6 പീസ് വരുന്ന ഒരു ഓപ്പൺ കണ്ടെയ്നർ എന്ന് പറയാം. കാരണം വെച്ചാൽ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല സ്പേസ് ഉണ്ട് ഉള്ളിൽ. അങ്ങനെ 6 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ ഇത്. നല്ല വെയിറ്റും ഉണ്ട്, നല്ല കട്ടിയുണ്ട്. ഞാൻ ഓർഗനൈസ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറി സാധനം വെച്ചാണ് ഞാൻ ഓർഗനൈസ് ചെയ്യുന്നത്. 2-3 നൈസ് കുക്കുംബർ എടുത്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കയ്യിലുള്ള നാരങ്ങ എടുത്തിട്ടു. അങ്ങനെ നല്ല ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ നമ്മൾ പൊട്ടിച്ച പാല്, തൈരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ എന്തായാലും ഫ്രിഡ്ജ് വെക്കുമ്പോൾ താഴെ പോകുമ്പോഴേക്കും നമുക്കിത് പൊട്ടിച്ചിട്ട് ബാലൻസ് അതിനകത്ത് ഇട്ട് വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇതും എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റ് ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു 4 പീസ് വരുന്ന ഒരു ബോക്സാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു ഒരു ഷീറ്റ് കിടക്കുന്നുണ്ട്, ഒരു ഇത് കണ്ടോ, അതിന് പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു ഷീറ്റ്. ഇതെന്ന് വെച്ചാൽ നമ്മളിത് ഫിക്സ് ചെയ്ത ശേഷം നമ്മളിതിനകത്ത് പച്ചക്കറി കഴുകി വെച്ച്, നമ്മൾ എന്തായാലും പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കഴുകി വെക്കും. അപ്പോൾ കഴുകി വെച്ച പച്ചക്കറി വെള്ളം തോരും, മനസ്സിലായോ? അതിനകത്തും വെള്ളം ഊർന്നിറങ്ങും. അപ്പോൾ പച്ചക്കറിയും ആ വെള്ളവും തമ്മിൽ കണക്ഷൻ ഇല്ലാത്ത കൊണ്ട് അത് ചെയ്യത്തില്ല. എനിക്ക് മെയിനായിട്ട് തക്കാളിയല്ല കേട്ടോ, ക്യാരറ്റും പച്ചമുളകും, അത് രണ്ടുമാണ് ചീഞ്ഞു പോകുന്നത്. അപ്പോൾ അതിന് എനിക്ക് നല്ലൊരു സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഞാൻ ഉള്ള തക്കാളിയും പച്ചമുളക് ഞാൻ ഞെട്ട് കളഞ്ഞാണ് വെക്കുന്നത്. പച്ചമുളകും എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ബോക്സിൽ അടച്ചു വെക്കും. അപ്പം നല്ല സ്പേസും കിട്ടും, പച്ചക്കറിയെല്ലാം നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. 4 എണ്ണമാണ് വരുന്നത്. അതിനകത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ 204 സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ കണ്ടത്. പക്ഷേ ഞാൻ 196 രൂപയ്ക്ക് മേടിച്ച പ്രോഡക്റ്റ് കേട്ടോ. അതിപ്പോൾ 204 ആയത് എന്താണെന്നറിയില്ല. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റും ഇതും വളരെ യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതും നമുക്ക് ഫ്രിഡ്ജ് ഓർഗനൈസറിന് മെയിൻ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ തലേദിവസം പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കുന്നവർ ഇത് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതെന്ന് പറയുന്നത് മൾട്ടി സ്റ്റോറേജ് കണ്ടെയ്നറാണ്. ഇത് വലിയൊരു കണ്ടെയ്നറിനകത്ത് 6 പാർട്സായിട്ട് നമ്മൾ സ്പേസസ് വരത്തില്ലേ, അതുപോലെയുള്ള പ്രോഡക്റ്റാണ്. വളരെ യൂസ്ഫുള്ളാണ്. മെയിനായിട്ട് ഇഞ്ചി, പച്ചമുളകും ഇതിനകത്ത് ഇട്ട് വെക്കാം. പിന്നെ വെളുത്തുള്ളി, അങ്ങനെ പിന്നെ പിറ്റേ തലേ ദിവസത്തേക്കുള്ള ജോലിക്ക് പോകുന്നവരായാലും ഇപ്പോൾ തലേദിവസം അരിഞ്ഞ് വെക്കുന്നവരായാലും അവർക്ക് ചെറിയ രീതിയിൽ അരിഞ്ഞ് വെക്കാനും എന്തെങ്കിലുമൊക്കെ ചതച്ച് വെക്കാനും ഒക്കെ പറ്റിയ ഒരു സ്റ്റോറേജ് ബോക്സാണിത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചി 2ആയിട്ട് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ കഴുകിയിട്ട് തൊലി കളഞ്ഞ ഇഞ്ചി കറിക്കും അല്ലാതെ തൊലി കളയാതെ ഞാൻ ചായക്കൊക്കെ ഉപയോഗിക്കുക കഴുകിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് സെപ്പറേറ്റ് വെച്ചേക്കുന്നത്. പിന്നെ കയ്യിലുള്ള വെളുത്തുള്ളി ഞാൻ തൊലി കളയാതെയാണ് ഉപയോഗിക്കുന്നത്, ചതച്ചിട്ട്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. ഇത് മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്ര കുലിക്കാലും ഒരു ഇതിൽ സ്പേസിൽ നിന്ന് അപ്പുറത്തെ സ്പേസിലോട്ട് പോകത്തില്ല, അപ്പോൾ മിക്സ് ആവത്തില്ല. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ അത്. പിന്നെ ഞാൻ അവസാനം മേടിച്ചു, ഇതിപ്പോൾ ഈ പ്രോഡക്റ്റ് ഇപ്പം ഞാൻ മേടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 3 വർഷത്തിന് ശേഷമാണ്. കാരണം ഇതിന് മുമ്പ് മേടിച്ചത് ഇപ്പോഴും ഉണ്ടായിരുന്നു. അത്ര ചീത്തയായ ശേഷമാണ് ഞാനിത് മേടിച്ചത്. ഇത് വളരെ വില കുറഞ്ഞൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഉള്ളിൽ വെക്കുന്ന അതിന് ഇച്ചിരി വലിപ്പക്കൂടുതലാണ്. പിന്നെ എനിക്ക് പിടി വെക്കാനുള്ള അത് വേണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ നമ്മൾ പഴയ ഷീറ്റൊക്കെ മാറ്റി ഉള്ള ഫ്രിഡ്ജാണ്, തുടച്ച് നല്ല വൃത്തിയാക്കി വെക്കണം. അതിന് മുമ്പ് ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്താണ് കേട്ടോ. അങ്ങനെ അത് തുടച്ച് വൃത്തിയാക്കി നമ്മളിൻ്റെ ഓർഗനൈസറെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രിഡ്ജാണിത്. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? അപ്പോൾ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സുമാണ്. പിന്നെ അതുമല്ല കാണാനൊരു ഭംഗിയാണ് അല്ലേ? കണ്ടു നോക്കി. നമ്മുടെ വീട്ടിലെ എത്ര പഴയ ഫ്രിഡ്ജാണെങ്കിലും അത് ക്ലീൻ ചെയ്ത് അത് സ്റ്റോറേജ് ചെയ്യുന്ന രീതിയിലൂടെയാണ് ആ ഫ്രിഡ്ജിൻ്റെ ഭംഗിയുള്ളത്. അപ്പോൾ ഡബിൾ ഡോർ ആയാലും സിംഗിൾ ഡോർ ആയാലും എല്ലാം ആയാലും ഫ്രിഡ്ജിൻ്റെ ഭംഗി നമ്മൾ തുറന്നു നോക്കുമ്പോഴേക്കും അതിൻ്റെ ഓർഗനൈസ് ചെയ്ത് വൃത്തിയായിട്ട് വെക്കുന്നതിലാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഓർഗനൈസർ മേടിച്ച് സെറ്റ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ്. കാരണം അത് സ്പേസിനായാലും ഒരു നല്ല ഭംഗിക്കായാലും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഷീറ്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഷീറ്റിനകത്ത് നമുക്ക് 6 ഉറ, ഒരു സൈഡ് 3 മറ്റേ സൈഡ് 3, അങ്ങനെ 6 ഉറ വരുന്നതുകൊണ്ട് അങ്ങനെ അത്യാവശ്യം കുറച്ച് പേപ്പറുകൾ, സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനകത്ത് വെക്കാവുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് എന്താ ചെയ്യണം? പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.